ഹായ് ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇമേജ് ഫോർമേഷൻ പഠിച്ചു. ഇന്ന് നമ്മൾ ലൈറ്റ് ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ട് പഠിക്കുകയാണ് സ്പെരിക്കൽ മിറേഴ്സ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, നമുക്ക് സ്പെരിക്കൽ മിറേഴ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്പെരിക്കൽ മിറർ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ സ്പെരിക്കൽ മിറർ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. ഇത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സ്പെരിക്കൽ മിറേഴ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഡെഫിനിഷൻ. If the reflecting surface of a mirror is curved inwards or outwards, such mirrors are called spherical mirrors. Okay, ഇവിടെ ഒരു വേർഡ് കൂടെ നമുക്ക് ചേർക്കാൻ വേണമെങ്കിൽ ബൾജ്ഡ് ഔട്ട്വേർഡ്സ്. ഓക്കെ, പുറത്തേക്ക് ചാടി നിൽക്കുന്നു. ഓക്കെ, ലൈക്ക് അവർ ഐസ്, നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പില്ലേ അതുപോലെ. ഓക്കെ, അപ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ മിറർ കർവ്ഡ് ഇൻവേർഡ്സ് അല്ലെങ്കിൽ ബൾജ്ഡ് ഔട്ട്വേർഡ്സ് ആണെങ്കിൽ സച്ച് മിറേഴ്സ് ആർ നോൺ ആസ് സ്പെരിക്കൽ മിറേഴ്സ്. അതായത് നമ്മുടെ റിഫ്ലക്റ്റിംഗ് ഭാഗം ഒന്നല്ലെങ്കിൽ അകത്തേക്ക് കുഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ പുറത്തേക്ക് ചാടി നിൽക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി സേ ദാറ്റ് ദേ ആർ സ്പെരിക്കൽ മിറേഴ്സ്. സ്പെരിക്കൽ മിറേഴ്സ് രണ്ട് തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഇസ് കോൺകേവ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് കോൺവെക്സ്. നിങ്ങൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഷേപ്പ് എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എപ്പോഴും ഇത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, എപ്പോഴും നമുക്ക് ഇമേജ് നന്നായിട്ട് ആദ്യമേ ഇത് പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ചാപ്റ്റർ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മിറേഴ്സ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നന്നായിട്ട് പറ്റിയിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കോൺകേവ് മിറർ നോക്കാം. കോൺകേവ് മിറർ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് കർവ്ഡ് ഇൻവേർഡ്സ്, അകത്തേക്ക് റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോളിഷ്ഡ് ഭാഗം, അതായത് കാണാൻ പറ്റാത്ത ഭാഗം. ഈ ഭാഗത്താണ് ഞാനിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എനിക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ദിസ് ഇസ് ദ റിഫ്ലക്റ്റിംഗ് പാർട്ട്. ഓക്കെ, റിഫ്ലക്റ്റിംഗ് പാർട്ട് ആൻഡ് ഇതാണ് പോളിഷ്ഡ് പാർട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കോൺകേവിൻ്റെ കേസ്. ആൻഡ് കോൺകേവിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഫോർമേഷൻ നമ്മൾ പഠിക്കും. എന്നാലും ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, കോൺകേവിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാവുന്ന ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അതായത് ഈ ഇമേജ് എനിക്കൊരു സ്ക്രീനിൽ കിട്ടും. ഓക്കെ, അതായത് ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ എവിടെയെങ്കിലും ഫോക്കസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വോളിലേക്കോ ഭിത്തിയിലേക്കോ എവിടെയെങ്കിലൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഇമേജ് കിട്ടും. ഓക്കെ, സോ സച്ച് ആൻ ഇമേജ് ഇസ് റിയൽ ഇമേജ്. ഓക്കെ, ആൻഡ് ഇൻവേർട്ട് ആയിരിക്കും, അതായത് തല കുത്തനെ ആയിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റായിട്ട് കാണുകയാണ്. ഓക്കെ, തല കുത്തനെ കാണും, അതാണ് ഇൻവേർട്ടഡ്. ഓക്കെ, അതാണ് കോൺകേവിൻ്റെ കേസ്. ഓക്കെ, സോ ഞാൻ പറയാം, ഒന്ന് ഡെഫിനേഷൻ പറയാം. കോൺകേവ് മിററിൻ്റെ ഡെഫിനേഷൻ: എ സ്പെരിക്കൽ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഇസ് കർവ്ഡ് ഇൻവേർഡ്സ്, ദാറ്റ് ഇസ് ഫേസസ് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് സ്പിയർ, ഇസ് കോൾഡ് എ കോൺകേവ് മിറർ. ഓക്കെ, ഇതിൻ്റെ ഇമേജസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക, ഡെഫിനിഷൻസ് എല്ലാം എഴുതിയെടുക്കുക. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഇസ് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിൻ്റെ കേസ് ഇറ്റ് ഇസ് ബൾജ്ഡ് ഔട്ട്വേർഡ്സ്, പുറത്തേക്ക് ചാടി നിൽക്കും. ഓക്കെ, ഇങ്ങനെ പുറത്തേക്ക് ചാടി നിൽക്കും, ബൾജ്ഡ് ഔട്ട്വേർഡ്സ്. ഇതാണ് പോളിഷ്ഡ് ഭാഗം, അതായത് കാണാൻ പറ്റാത്ത ഭാഗം, മിററിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെയാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്, റിഫ്ലക്റ്റിംഗ് സൈഡ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ അകത്ത് ഇമേജസ് ഇറക്റ്റ് ആൻഡ് വെർച്വൽ. ഓക്കെ, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് ഇതിനകത്ത് ഉണ്ടാവുന്ന ഇമേജ്. ഓക്കെ, വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഓക്കെ, ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു നോക്കുക, ഇമേജസ് ഇറക്റ്റ് ആൻഡ് വെർച്വൽ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഡെഫിനേഷൻ ഞാൻ പറയാം. കോൺവെക്സ് മിറർ: എ സ്പെരിക്കൽ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഇസ് കർവ്ഡ് ഔട്ട്വേർഡ്സ് ഓർ ബൾജ്ഡ് ഔട്ട്വേർഡ്സ് ഇസ് കോൾഡ് എ കോൺവെക്സ് മിറർ. ഓക്കെ അല്ലേ? ഇത്രയുമാണ് നിങ്ങളുടെ സ്പെരിക്കൽ മിറേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് പഠിക്കാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡെഫിനീഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ടേംസ് റിലേറ്റഡ് ടു സ്പെരിക്കൽ മിറേഴ്സ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പോർഷൻ എല്ലാവരും നന്നായിട്ട് റിവൈസ് ചെയ്യുക, റീഡ് ടെക്സ്റ്റ് ബുക്സ് വെൽ ആൻഡ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.